അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് സൂറത്തുൽ ഹജ്ജിലുള്ള 46-ാമത്തെ ആയത്ത്. ഇത് സത്യനിഷേധികളെക്കുറിച്ചുള്ള ഒരു സംസാരമാണ്. മക്കയിലെ സത്യനിഷേധികളെക്കുറിച്ച് ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് പറയാണ്. അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കാറില്ലേ? അങ്ങനെ അവർ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഹൃദയം അവർക്കുണ്ടായേനെ അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ. ഔ ആദാനു യസ്മഊന ബിഹാ, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്ന ചെവികൾ അവർക്കുണ്ടായിരുന്നേനെ. പക്ഷെ അവർ ഈ യാത്രകളൊന്നും ചെയ്തിട്ട് അവരത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഫഇന്നഹാ ലാ തഅമൽ അബ്സാറു, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുക. വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, ഹൃദയങ്ങളിലെ നെഞ്ചിനുള്ളിലെ ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുക. അപ്പോൾ കണ്ണിന് ബാധിക്കുന്ന അന്ധത അതൊരന്ധതയല്ല, മറിച്ച് ഹൃദയം അന്ധമായി പോകുന്നതാണ്. ഹൃദയം വാശി മൂലം, ഷാഠ്യം മൂലം കഠിനമായി സത്യം ഉള്ളിലേക്ക് കയറാതെ അത് സ്വീകരിക്കാതെ ഷാഠ്യരാവുന്നതാണ് യഥാർത്ഥ അന്ധത എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു വെക്കുന്നത്.